ഫഹദ് ഫാസിൽ മൂവിയായ ആവേശത്തിന് വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ചിത്രം ഇന്ന് 24-ാം ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള കളക്ഷനും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് 24-ാം ദിവസമായ ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ തീ പാറിക്കുകയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ. പുതിയ റിലീസുകൾ തിയേറ്ററിൽ എത്തിയിട്ടും ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ ഓരോ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കുന്നത് ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ മൂവി തന്നെയാണ്. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ അവസാനത്തെ ഒരു മണിക്കൂറിൽ 3000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആവുന്നത്. 24-ാം ദിവസവും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് ആവേശം എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന്റെ 24 ദിവസത്തെ കേരള കളക്ഷൻ 70 കോടിക്ക് മുകളിലെത്തും. അതോടൊപ്പം ചിത്രത്തിന്റെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 145 മുകളിലേക്കും എത്തും. നാളത്തെ കളക്ഷനോട് കൂടെ ചിത്രം വേൾഡ് വൈഡ് 150 CRൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് നിലനിർത്തി ഒരാഴ്ചയും കൂടെ ചിത്രത്തിന് മുന്നേറാൻ സാധിച്ചാൽ ആടുജീവിതം എന്ന ചിത്രം തീർത്ത കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും മറികടക്കാൻ ചിത്രത്തിന് സാധിക്കും. 155 കോടിക്ക് മുകളിലാണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. ആടുജീവിതത്തിന്റെ കേരള കളക്ഷൻ 78 കോടിക്ക് മുകളിലാണ്. ആവേശം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഇത്ര വലിയ വിജയമാവാനുള്ള പ്രധാന കാരണം ചിത്രം മടുപ്പിക്കാതെ കഥ പറയുന്നു. അതോടൊപ്പം തന്നെ കണ്ടവർക്കും ഈ ഒരു സിനിമ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നു. പക്ക ഒരു എന്റർടൈനർ മൂവിയാണ് ആവേശം. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ മറികടന്ന് ടോപ്പ് 3 സെക്ഷനിലേക്ക് കയറാൻ ആവേശം എന്ന ചിത്രത്തിന് സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജന.